കായംകുളത്തെ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അഡ്വാൻസ്ഡ് കാർഡിയാക് കെയർ സെന്റർ ആരംഭിച്ചു. മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്തെ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ അഡ്വാൻസ്ഡ് കാർഡിയാക് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളത്തെ അത്യാധുനിക ചികിത്സാ കേന്ദ്രമായ എൽമെക്സിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തുടങ്ങുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഞാൻ പ്രത്യേകമായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ ശ്രീ കെ.ഡി. ഗോപാലകൃഷ്ണൻ അവരുകളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. എൽമെക്സ് നമ്മളെല്ലാം സംബന്ധിച്ചൊരു അഭിമാന സ്ഥാപനമാണ്. കായംകുളത്തിൻ്റെ ഗ്രാമഹൃദയത്തിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത വണ്ണം അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അത് ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും എന്തിനേറെ ക്യാൻറ്റീൻ സൗകര്യങ്ങളിൽ പോലും ഏറ്റവും മെസ്സിൽ പോലും ആ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടൊരു അദ്ദേഹത്തിൻ്റെ ഒരു വിദേശ എക്സ്പോഷർ വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായി ജോലി ചെയ്യുകയും ബിസിനസ് നടത്തുകയും ചെയ്യുന്നതിലൂടെ ആർജിച്ച ആ ഒരു നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ആശുപത്രികൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് ആരോഗ്യരംഗത്ത് മാത്രമല്ല പുരോഗതി സൃഷ്ടിക്കുന്നത്, ഒരു നാടിൻ്റെ പൊതുവികസനത്തിൽ തന്നെ അത് വളരെയധികം പുരോഗതി സൃഷ്ടിക്കുന്നുണ്ട്. തൊട്ടടുത്ത മറ്റ് സ്ഥാപനങ്ങൾ ഉയർന്നു വരും. ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് അതൊരു ആശ്വാസമാണ്. അതുവഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉൾപ്പെടെ വരുമാനത്തിലുണ്ടാകുന്ന വർധനവ്, അങ്ങനെ ഒരു മികച്ച സ്ഥാപനം വരുമ്പോൾ ഒരു നാടിൻ്റെ തന്നെ മുഖച്ഛായ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അനവധി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമ്മുടെ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രവർത്തനം അതിൻ്റെ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് യഥാർത്ഥത്തിൽ ആയി വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിനം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ദിനമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ അദ്ദേഹത്തോട്, ഗോപാലകൃഷ്ണൻ ചേട്ടനോട് സംസാരിക്കുകയായിരുന്നു. എവിടെ നിന്നാണ് ഡോക്ടർമാരെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടർമാരുടെ എക്സ്പെർട്ടൈസാണ് ഉപയോഗപ്പെടുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം അതിനകത്തൊരു സന്തോഷമാണ് തോന്നിയത്. അതോടൊപ്പം തന്നെ ലോകോത്തര കാത്ത് ലാബ്, ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്കൊപ്പം കാർഡിയാക്, വാസ്കുലാർ, തൊറാസിക് ശസ്ത്രക്രിയാ സൗകര്യങ്ങളും ഈ വിഭാഗത്തിലുണ്ടാകും. എൽമെക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ.ഡി. ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്ന നേട്ടവും എൽമെക്സ് ആശുപത്രി സ്വന്തമാക്കി. കാർഡിയാക് ടീമിനെ ചടങ്ങിൽ ആദരിച്ചു. 500-ലധികം കിടക്കകളുള്ള എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി 2025 നവംബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കാർഡിയാക് കെയറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ബി. പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എസ്. താഹ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലേഖ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിഷ അനുപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ്.ടി. അഖിൽ, കാർത്തികപ്പള്ളി താലൂക്ക് കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പത്തിയൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശംഭു, CPM ലോക്കൽ സെക്രട്ടറി സുഭാഷ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.